ഒരാഴ്ചയാണ് സമയമായിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളെ പൂർണ്ണമായി കണ്ടുകിട്ടിയിട്ടില്ല. കൂടെ താമസിക്കാനുള്ള ആളുകൾ ആരൊക്കെയെന്ന് മനസ്സിലായിട്ടില്ല. സ്വാഭാവികമായിട്ടും അകത്തുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പുറത്തിരിക്കുന്ന പോലെയാകില്ല. വല്ലാതെ ഭയചകിതരായിരിക്കും. അവർ നമ്മളോട് പറഞ്ഞു അല്ലേ, പുത്തുമല കഴിഞ്ഞു, ചൂരൽമല കഴിഞ്ഞു, ഇനി ഏത് മലയിലേക്ക്? ഇതാണ് അവരുടെ ചോദ്യം. പുത്തുമലയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഓടി വന്നു. ഒരു അപകടവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ കരുതിയിരുന്ന ചൂരൽമലയുടെ മുണ്ടക്കയിൽ താമസിച്ചു. ഇനി ഞങ്ങൾക്ക് ഏതു മല? ഈ ചോദ്യം ഉണ്ടാകും. ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. അകത്തുള്ളവരോട്, മാധ്യമങ്ങളോട് ചോദിച്ചാൽ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ധൈര്യം കൊടുക്കണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി ധൈര്യം കൊടുക്കണം. നമ്മളുണ്ട് പുറത്ത് അവരോടൊപ്പം. അവരെവിടെയെങ്കിലും സേഫാകാതെ നമ്മളും പോകുന്നില്ല, നമ്മളും കിടന്നുറങ്ങുന്നില്ല, നമ്മളും മാറി നിൽക്കുന്നില്ല. അപ്പോൾ അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊരു കൃത്യമായ ഡിസൈൻ ആകണം. 150 വീട്, 100 വീട്, 200 വീട്, 25 വീട്, 10 വീട് ഞങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നവരെ കൂട്ടിക്കെട്ടി എന്നാൽ ഈ 25 എണ്ണത്തിനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഒഴിയുന്ന ഒരു സമീപനവും നടക്കില്ല. മാത്രമല്ല, വീടും ഭൂമിയും മാത്രമല്ല പുനരധിവാസം. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, മുല കുടിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ മുതൽ 90ഉം 95ഉം വയസ്സായി ഉറ്റയരും ഉടയവരും നഷ്ടപ്പെട്ട് നിരാലംബരായിട്ടുള്ള വൃദ്ധജനങ്ങൾ ഉൾപ്പെടെ ഒരു ആബാലവൃന്ദം വരുന്ന മനുഷ്യൻ, അവനെ ഏതെല്ലാം വിധത്തിൽ റീഹാബിറ്റ് ചെയ്യണം. കുട്ടികൾക്ക് അമ്മമാർ വേണം, പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകണം, അവർക്ക് ജോലി സാധ്യത ഉണ്ടാകണം. ഇന്നലെ തന്നെ ഞങ്ങളെ കുറച്ച് ആളുകൾ കണ്ടു. പുഞ്ചിരി മറ്റത്ത് ഏതോ ഒരു മാധ്യമം നമ്മളെ അവരെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ 10-11 വീടുകൾ ബാക്കി നിൽക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഞങ്ങളവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യാൻ? ഞങ്ങളുടെ വീടുകൾക്ക് ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളെങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഞങ്ങളുടെ ജോലി സാധ്യതയില്ല, ഞങ്ങൾക്ക് കൂട്ടിരിക്കാൻ ആളില്ല, ഞങ്ങൾക്ക് വിളിച്ചാൽ കേൾക്കാൻ ആളില്ല. അവരുടെ കൂടിയുള്ള പുനരധിവാസമാണ് നമ്മൾ തീരുമാനിക്കേണ്ടി വരിക. അപ്പം നഷ്ടപ്പെട്ടൊരു നാടിനെ തിരിച്ചു പിടിക്കുക, അതാണ് ലക്ഷ്യം. വാടക വീടുകൾ, വാടക സ്ഥലങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങളുടെ കണക്ക് PWD ആണ് എടുക്കുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, പണി പൂർത്തിയായിട്ടും മറ്റാർക്കും കൊടുക്കാത്ത സ്ഥലങ്ങൾ, നമുക്ക് വാടക കൊടുത്താൽ കിട്ടുന്ന പ്രദേശങ്ങൾ, ഹോസ്റ്റലുകൾ, ഇത് സംബന്ധിച്ച കണക്ക് LSTD എടുക്കും. 3 ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ പൂർണ്ണമായി നമുക്ക് ലഭ്യമാകും. ആ കണക്കുകൾ പൂർണ്ണമായി ലഭ്യമാകുമ്പോൾ അതിന് സമാന്തരമായി നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് പൊതുപ്രസിദ്ധീകരണത്തിന് വിധേയമാക്കി ഇനിയും വിളിച്ച് കിട്ടാവുന്ന ആളുകളുണ്ടോ എന്ന ധാരണ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇതിന് രണ്ടിനും സമാന്തരമായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട്, ഇപ്പോൾ ലോകത്ത് മൊബൈൽ ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ പഴയ നമ്പറോടെ മൊബൈൽ ഫോൺ കൊടുക്കുക എന്ന പരിപാടി ഇന്നലെ തുടങ്ങി. ഇന്നലെ മിംസ് ആശുപത്രിയിൽ പൂർണ്ണമായി കൊടുത്തു. ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി ആ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിക്കും. എല്ലാവർക്കും പുനഃസ്ഥാപിച്ചു കൊടുക്കും. അതോടുകൂടി കുറച്ചുകൂടി ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിനും വിമർശനത്തിനും ചർച്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. എത്രയും ചർച്ച ചെയ്യാം, ഞങ്ങളെല്ലാം കേരളത്തിൽ ബാക്കി നിൽക്കുന്നവരല്ലേ. പുനരധിവാസത്തിൻ്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. പുനരധിവാസത്തിൽ ചൂരൽമലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും. ഈ പറയപ്പെട്ട എല്ലാ അനുഭവങ്ങളുടെയും, സുനാമി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ കെട്ടുറപ്പോടെ സ്ഥായിയായി ഇനി മാറേണ്ടാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് വേരുകൾ എത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ളൊരു പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുന്നു. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഓരോ ദിവസവും അതങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനാകില്ല. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ആയിരിക്കും അതിലുണ്ടാവുക. ചൂരൽമലയിലെല്ലാം നമ്മൾ അന്വേഷിച്ച് തീർന്നില്ലല്ലോ. നമുക്കതിലേക്ക് നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പറയാം. നമ്മൾ ഈ ഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ പേടിച്ച്, അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ക്യാമ്പുകളിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പെട്ടിമുടി അവതരിപ്പിക്കേണ്ട ഘട്ടമാണോ ഇത് എന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ആ ഘട്ടമല്ല. അത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി തീർക്കാം. ആരെയും ഞങ്ങൾ അനാഥരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് കരുതി. ഇന്നലെ ബറിയിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ പോകുന്ന കാലുകളിലൊന്ന്, കൈകളിലൊന്ന്, മുഖങ്ങളിലൊന്ന്, കിഡ്നിയിലൊന്ന്, ഹൃദയത്തിലൊന്ന് എൻ്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ അച്ഛൻ്റെയോ അനിയൻ്റെയോ ആകുമെന്ന് കരുതി തൊഴുത് നമിച്ച് നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മൾ കണ്ടില്ലേ. ആളുകൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പഴയ കഥയിലേക്ക് ഇപ്പോൾ നമുക്ക് സാധ്യതയില്ല. ചൂരൽമല പൂർണ്ണമാണ്. ഇന്നലത്തോടുകൂടി ബറിയിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം നമ്മൾ പിന്നിട്ടു. കൽപ്പറ്റയിൽ ആദ്യം 3 പിന്നെ 2, 5 എണ്ണം.
അത് കഴിഞ്ഞ് നമ്മുടെ പുത്തുമല പിന്നെ ഇന്നലെ നടന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ മിനിഞ്ഞാന്ന് 8 ബോഡികൾ, ഇന്നലെ 31 മൃതശരീരങ്ങളും 154 പാർട്സുകളും അതെല്ലാം പൂർത്തിയായി. ഇനി ബാക്കിയുള്ളത് ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയി നമുക്ക് സംസ്കരിക്കാൻ സാധിക്കും.